മധുസൂദനും സച്ചിയും നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നാ ഞാൻ ഇറങ്ങുക രവീന്ദ്ര. മധുസൂദനും വളരെ സ്നേഹം കലർന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്. എന്ത് കാര്യത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ സച്ചിയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അവൻ കൈകളിൽ ഇങ്ങനെ മാറാൻ ശ്രമിച്ചു. അങ്ങനെ മധുസൂദനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതിന് ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം നോക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാമെന്ന് സച്ചി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. മധുസൂദനൻ അത് കേട്ടതായി പോലും നടിച്ചില്ല. അയാൾ രവീന്ദ്രനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. രവീന്ദ്ര, നമുക്കൊന്ന് കൂടണ്ടേ? കൂടാനോ? രവീന്ദ്രൻ ഒന്നും മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു. അതേനേ, ആലപ്പുഴയിലെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് പോവാം. ദേ ഈ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. എപ്പോഴും ഈ വീട് പ്രശ്നങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം രവീന്ദ്ര. അപ്പോഴാ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത്. റിട്ടയർമെൻറ്റ് ലൈഫ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. മധുസൂദനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് സച്ചി മുന്നിലേക്ക് കയറി വന്നത്. അവൻ്റെ കണ്ണിൽ ദേഷ്യം മാളിക്കത്തുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങൾ അങ്ങനെ കൂടുതലൊന്നും വാചകമടിക്കണ്ട. സച്ചി ശബ്ദമുയർത്തി. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛനെ ആലപ്പുഴ കായലിൽ കൊണ്ടുപോയിട്ട് കൊല്ലാനല്ലേ നിങ്ങളുടെ പ്ലാന്? മധുസൂദനൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കൊല്ലാനോ? സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, കൊല്ലാൻ തന്നെ. സച്ചി വിട്ടുകൊടുത്തില്ല. എൻ്റെ അച്ഛൻ മദ്യപിക്കില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അവിടെ ചെന്ന് മദ്യപിച്ചിട്ട് എൻ്റെ അച്ഛനെ കാലിലങ്ങ് മുക്കിക്കൊല്ലാനല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അത് നിങ്ങളുടെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. അമ്മാതിരി വേലയൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കണ്ട. എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മധുസൂദനൻ വലിയ സങ്കരം അഭിനയിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അത്ര ക്രൂരനാണെന്നോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സച്ചി. എനിക്കതിന് സാധിക്കുന്നുമില്ല. മുൻപ് ഞാൻ പലതും കാണിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടാവും. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറാൻ ഒരു നിമിഷം മാത്രം മതി. സച്ചി പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. അതെ അതെ, കൂടുതൽ നിങ്ങൾ ഇവിടെ നിന്ന് ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തൊട്ട് കുറച്ച് സുഖിപ്പിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണല്ലോ. എന്തോ ദുരുദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ സ്നേഹം നടിക്കാറൊന്നുമില്ല. സച്ചി മധുസൂദനൻ നേരെ ഇങ്ങനെ കയർത്തു. അത് കണ്ടപ്പോൾ രവീന്ദ്രൻ ഇടപെട്ടു. സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്ക്. രവീന്ദ്രൻ സച്ചിയെ വിളിക്കി. പിന്നെ മധുസൂദനൻ്റെ നേരെ തിരിഞ്ഞ് വളരെ ശാന്തമായി പറഞ്ഞു. നിങ്ങളിപ്പോൾ ചെല്ല്. സച്ചി രവീന്ദ്രൻ്റെ കയ്യിലെങ്ങി പിടിച്ചു. എന്നിട്ട് വലിച്ചു. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. പിന്നെ മധുസൂദനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ മര്യാദക്ക് പോവാൻ നോക്ക്. മധുസൂദനൻ അവിടെ കൂടുതലൊന്നും നിൽക്കാതെ പതുക്കെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അയാൾ ഗേറ്റിൽ കിടന്ന് പോകുന്നതുവരെ തന്നെ സച്ചി ദേഷ്യത്തോടെ നോക്കി നിന്നു. മധുസൂദനൻ പോയതിനു ശേഷം സച്ചി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഉമ്മറത്ത് തൂണിൽ ചാഞ്ഞ് നിൽക്കുമായിരുന്നു രവീന്ദ്രൻ. അയാളെ സൂക്ഷിക്കണം. സച്ചി വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ശത്രുക്കൾ പെട്ടെന്ന് അടുത്തു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ എന്തോ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അയാളിപ്പോൾ വന്നിരിക്കുന്നത്. മിക്കവാറും അച്ഛനെ അപായപ്പെടുത്താനായിരിക്കും അയാളുടെ പ്ലാന്. രവീന്ദ്രൻ ഒന്ന് നെടുവീർപ്പെട്ടു. അങ്ങനെയൊന്നുമല്ല സച്ചി, എനിക്ക് തോന്നുന്നത് അയാൾക്ക് നല്ല മാറ്റമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുതച്ചാ, സച്ചി തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല. ഏതായാലും അയാൾ വിശ്വസിക്കത്തില്ല. പോരാത്തതിന് വർഷയുടെ അച്ഛനും അയാളും കൂടിയല്ലേ. അത്രയുള്ളൂ. വലിയ ദേഹോപദ്രവങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ലല്ലോ. അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മറക്കാൻ പറ്റുന്നില്ലല്ലോ. അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. സച്ചി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഒരു കോണിൽ തോന്നി. എങ്കിലും മധുസൂദനൻ്റെ ആ ഒരു മാറ്റം പ്ലാനിങ് ആണോ എന്ന് രവീന്ദ്രന് പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കാനും പറ്റില്ല. ഒരു പക്ഷേ സ്വന്തം മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മനസ്സിലുണ്ടായ മാറ്റമായിരിക്കുമോ ഇത് എന്ന് അങ്ങനെ ചിന്തിക്കാനാണ് രവീന്ദ്രൻ ആഗ്രഹിച്ചത്. അതേസമയം ബേക്കറിയിൽ നിന്ന് ബാമ കുറേയധികം മധുരപലഹാരങ്ങളും വിത്തുകളും അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി. അവരുടെ മുഖത്ത് വലിയൊരു ചിരിയുണ്ടായിരുന്നു. കാരണം ശ്രുതി ഗർഭിണിയാണെന്ന വലിയ സന്തോഷ വാർത്ത അവൾ അറിഞ്ഞിരിക്കുന്നു. ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയെ അറിയിക്കണം. രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രുതിയും കൂടി അവിടെ അങ്ങനെ ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. ബാമാൻഡി അങ്ങോട്ടേക്ക് കയറി വന്നു. ബാമാൻഡിയുടെ കയ്യിൽ വലിയ പാക്കറ്റുകളൊക്കെ കണ്ട് ചന്ദ്രമതി ഞെറ്റിലു ചോദിച്ചു. ഇതെന്താ ബാമയെ പതിവില്ലാതെ കുറേ അധികം ബോക്സുമായിട്ട്? ചന്ദ്രമതി ചോദിച്ചു. ബാമ ചിരിച്ചുകൊണ്ട് പാക്കറ്റുകൾ ടീപ്പോയിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു. അതെ, സന്തോഷ വാർത്ത അറിയിക്കാൻ വരുമ്പോൾ വെറുതെ അങ്ങ് വരാൻ പാടില്ലല്ലോ. ഇതെല്ലാവർക്കും മധുരം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ശ്രുതി പെട്ടെന്ന് കൗതുകത്തോടെ ചോദിച്ചു. എന്താ ബാമാൻഡി, ഇത്രയും വലിയ പ്രത്യേക വിശേഷമുണ്ടോ? പിന്നെ വിശേഷമില്ലാതെടാ. ബാമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവളുടെ തോളിൽ കൈയിട്ടു. അത് പറയാൻ വേണ്ടിയല്ലേ ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നത്. ചന്ദ്രേ, നീ വീണ്ടും ഒരു അമ്മൂമ്മയാവാൻ പോവാണ്. ചന്ദ്രമതിയുടെ മുഖത്ത് വലിയ ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ രാഘവത്തോടെ പറഞ്ഞു. അതെനിക്കറിയാവുന്ന കാര്യമാണ് ബാമേ. വർഷ പ്രഗ്നൻ്റ് ആണെന്ന്. അതിനിപ്പോൾ നീ എന്തിനിങ്ങനെ മധുരമൊക്കെ വാങ്ങിച്ചു വന്നത്? അയ്യോ അല്ല ചന്ദ്രേ. ബാമയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ശ്രുതിയെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. നമ്മുടെ ശ്രുതി ഒരു അച്ഛനാവാൻ പോവാണ്.
എന്ത്? ശ്രുതി പെട്ടെന്ന് ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. അവന്റെ മുഖത്ത് അമ്പരപ്പും സന്തോഷവും ഒരുമിച്ചങ്ങ് മിന്നി മറഞ്ഞു. രവീന്ദ്രനും ചന്ദ്രമതിയും തങ്ങളുടെ കാതുകളെ വിശ്വസിക്കാൻ പറ്റാതെ നോക്കുകയാണ്. ചന്ദ്രമതി പെട്ടെന്ന് എഴുന്നേറ്റു ഭാമയുടെ നേരെ നോക്കി. നീ എന്താ ഭാമയെ പറയുന്നത്? ചന്ദ്രമതിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ സത്യ പറയുന്നത് ചന്ദ്രേ, ഭാമ ഉറപ്പിച്ചു പറഞ്ഞു. ശ്രുതി പ്രഗ്നന്റ് ആണ്. അവളൊരു അമ്മയാവാൻ പോവുകയാണ്. നമ്മുടെ ശ്രുതി ഒരച്ഛനാവാനും. അതിന് നിന്നോട് ഇതാരാ പറഞ്ഞത്? ചന്ദ്രമതിയുടെ ശബ്ദത്തിൽ അവിശ്വാസം നീളിച്ചു. എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ശ്രുതിയും മീരയും കൂടെ ഭാമാൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. മീര എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രുതിയുടെ ഹൃദയം വേദത്തിൽ തന്നെ നെരിക്കാൻ തുടങ്ങി. അല്ല, എന്നിട്ട് ഇത്രയും നാളും അവളെന്താ അത് എന്നോട് പറയാതിരുന്നത്? അവൻ്റെ ശബ്ദം നേരിയ തോതിൽ വിറക്കുന്നുണ്ടായിരുന്നു. ഭാമ ഒന്ന് നെടുവീർപ്പെട്ടു. അത് പിന്നെ ശ്രുതി അവളെ ഡിവോഴ്സ് ചെയ്യാനുമൊക്കെ ചന്ദ്രമതി പറഞ്ഞതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾ ആകെ ഭയത്തിലായിരുന്നു. ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും അവൾക്കറിയില്ലായിരുന്നു. അവളാണെങ്കിൽ ആ കുഞ്ഞിനെ കളയുമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. കളയുമെന്നോ? രവീന്ദ്രൻ നടുക്കലോടെ ചോദിച്ചു. അതേ രവിയേട്ട, ഭാമ സങ്കടത്തോടെ പറഞ്ഞു. അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടത്രേ. കാരണം അവളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ അവൾ എങ്ങനെ വളർത്തും? അച്ഛനില്ലാതെ ഒരു കുഞ്ഞിനെ സമൂഹത്തിന് മുന്നിൽ വളർത്താൻ അവൾക്ക് പറ്റില്ലല്ലോ എന്നാ അവൾ ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് വല്ലാത്ത ഷോക്കായി. അവൻ ഒത്തിരി നാളായി ആഗ്രഹിച്ചതാണ് ഒരു കുഞ്ഞിനെ. അച്ചമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബത്തിൽ ആദ്യം പിറക്കാൻ പോകുന്ന കുഞ്ഞിന് താൻ കുറേയധികം സ്വത്തുക്കളൊക്കെ കൊടുക്കുമെന്ന്. ആ കുഞ്ഞാണ് ഇപ്പോൾ ശ്രുതിയുടെ വയറ്റിലുള്ളത്. താൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന സന്തോഷത്തേക്കാൾ ഉപരി ആ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കുമോ എന്ന ഭയമാണ് അവനെ വേട്ടയാടിയത്. ശ്രുതിക്ക് നിൽക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. അവൻ ബാമാൻഡിയോട് ചോദിച്ചു. അല്ല ബാമാൻഡി, ശ്രുതി വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാനാ മോനെ? ഭാമ ദയനീയമായി അവനെ നോക്കി. പാവം, അവൾക്ക് നല്ല സങ്കടമുണ്ട്. അവൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടാ ആ കാര്യം പറഞ്ഞത്. ആരോടും ഇതിനെക്കുറിച്ച് പറയണ്ട പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രുതി. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാ. എന്ത് ചെയ്യാൻ പറ്റും? ഞാനും ഒരു അമ്മയല്ലേ, എനിക്ക് അവളുടെ വേദന മനസ്സിലാവും. രവീന്ദ്രൻ പെട്ടെന്ന് ഇടപെട്ടു. ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട ശ്രുതി, എത്രയും പെട്ടെന്ന് നീ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ശ്രുതി ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പറഞ്ഞു. അതെ അച്ഛാ, ഞാൻ പോയിട്ട് അവളെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ അവൻ പോവാനായി തിരിഞ്ഞു. എങ്ങോട്ടേക്ക് പോവാനായിട്ട്? ചന്ദ്രമതിയുടെ ശബ്ദം ഒരു വല്ലാതൊരു സ്വരത്തിലങ്ങ് മുഴങ്ങി. എല്ലാവരും സ്തംഭിച്ചു പോയി. അല്ല, അവൾ വിളിക്കാൻ പോവാണ്, ശ്രുതി പതർച്ചയോട് പറഞ്ഞു. ചന്ദ്രമതിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ ശ്രുതിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്താ ഈ പറയുന്നത്? ശ്രുതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കുഞ്ഞാണ്. അവളുടെ വയറ്റിലിപ്പോൾ വളരുന്നത്. അവൾ പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് അവളെ കൂട്ടിക്കൊണ്ടു വരാതിരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നിന്റെ മനസ്സിരിപ്പ്. ചന്ദ്രമതി തീ പറന്ന കണ്ണുകളോടെ അവനെ നോക്കി. എടാ ശ്രുതി, ഒരു കാര്യം ഞാനങ്ങ് തീർത്ത് പറഞ്ഞേക്കാം. എങ്ങാനും നീ അവളെ പോയി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചന്ദ്രമതി ഈ വീട്ടിൽ ഉണ്ടാവത്തില്ല. ഞാൻ ഈ വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോവും. ശ്രുതി തകർന്നു പോയി. അമ്മ എന്താ ഈ പറയുന്നത്? അതെ, അവൾ ഈ വീട്ടിലേക്ക് വരുന്ന ആ നിമിഷം ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങും. ഇതെൻ്റെ തീരുമാനമാണെന്ന് ചന്ദ്രമതി അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി അവിടെ തെനങ്ങൻ തറഞ്ഞു നിൽക്കാണ്. അവൻ്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ അലടിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് തിരുത്തി സംസാരിക്കാനും വയ്യ, സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനും വിട്ടുകൊടുക്കാനും വയ്യ. ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൻ ശക്തമായി തന്നെ കാല് തറപ്പിച്ചുകൊണ്ട് തന്നെ തൻ്റെ മുറിയിലേക്ക് അങ്ങ് കയറിപ്പോയി. വാതിലങ്ങ് കൊട്ടിയെടുക്കുന്ന ശബ്ദം മാത്രം വീടിന് മുന്നാകെ മുഴങ്ങി. ശ്രുതി പോയതിന് പിന്നാലെ തന്നെ ഭാമേൻ്റെ ചന്ദ്രമതിയോട് കയർത്തു. എന്താ ചന്ദ്രനി ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ചന്ദ്രമതി ഭാമയൊന്ന് രൂക്ഷമായി നോക്കി. അതെ, നീ കൂടുതലൊന്നും ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ. നിനക്ക് ശ്രുതിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അവൾ ഇതൊക്കെ നാടകം കളിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാ നീ വിശ്വസിക്കരുത്. ഇതൊന്നും നാടകമായിരിക്കില്ല ചന്ദ്രേ. ഭാമ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനപ്പുറം ചിലപ്പോൾ അവൾ നാടകം കളിക്കും. ചന്ദ്രമതി പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ ചന്ദ്രേ, എന്താണെങ്കിലും അവൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ കള്ളത്തരം പറയോ? ഭാമ ചോദിച്ചു. പിന്നെ അവൾ പറയും, ഇതിനപ്പുറം അവൾ പറയും. ചന്ദ്രമതിയുടെ ശബ്ദത്തിൽ പക നിറഞ്ഞു നിന്നു. സ്വന്തം അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് നടന്ന് നാടകം എല്ലാവരെയും പറ്റിച്ചവളാ അവള്. എന്നിട്ടാണോ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ നീ അതങ്ങ് വിശ്വസിക്കുന്നത്? അതൊക്കെ വെറും കള്ളത്തരാ. അവളുടെ എന്തോ വലിയ പ്ലാനിങ് ആണ് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണെങ്കിലും അവൾ ഗർഭിണിയാണെങ്കിൽ പോലും അവൾ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെൻ്റെ തീരുമാനമാണ്. അത്രയും പറഞ്ഞ ചന്ദ്രമതി നേരെ തൻ്റെ മുറിയിലേക്ക് അങ്ങ് കയറിപ്പോയി. ഭാമേൻ്റെ നിസ്സഹായതയോടുകൂടി രവീന്ദ്രനെ നോക്കി. രവിയേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ചന്ദ്രമതി എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൾക്ക് എന്നോട് ദേഷ്യം തോന്നത്തേയുള്ളൂ. നിങ്ങൾ അവളെ
നിങ്ങൾ എന്ന് പറഞ്ഞു നോക്ക് എന്നും പറഞ്ഞ് ബാമാൻഡി അവിടെ നിന്ന് പോവാണ്. രവീന്ദ്രൻ പതുക്കെ ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ചന്ദ്രേ, രവീന്ദ്രൻ ശാന്തമായി വിളിച്ചു. നിന്റെ മകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളർന്നത്. അവൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു ജീവനല്ലേ നശിച്ചു പോകുന്നത്. നിന്റെ ഈ ഈഗോയും വൈരാഗ്യമൊക്കെ ഒന്ന് വിട്ടുകളാ. എന്നിട്ട് നീ തന്നെ അവനോട് പോയിട്ട് അവളെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ. ദേ, വേണമെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാം അവളെ വിളിക്കാനേ. ചന്ദ്രമതി പെട്ടെന്നങ്ങ് തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ യാതൊരുവിധ അലിവും ഉണ്ടായിരുന്നില്ല. ദേ രവിയേട്ട, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, കൂടുതലൊന്നും പറയണ്ട. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രമതിയുടെ ആ പിടിവാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രവീന്ദ്രൻ സങ്കടത്തോടുകൂടെ അല്പദേഷ്യത്തോടുകൂടെയും അവിടെ നിന്നും ഇറങ്ങി നേരെ സുധിയുടെ മുറിയിലേക്ക് പോയി. കാട്ടിലിൽ ഇങ്ങനെ തലയിൽ കൈവച്ച് തകർന്നിരിക്കുകയായിരുന്നു സുധി. രവീന്ദ്രൻ അവന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ തോളിൽ ഇങ്ങനെ പതുക്കെ കൈവച്ചു. എടാ മോനെ, നിന്റെ ഭാര്യയും കുട്ടിയുമാ അത്. അപ്പോൾ പിന്നെ നീ വേണം തീരുമാനമൊക്കെ എടുക്കാനേ. നിന്റെ അമ്മയുടെ വാക്കും കേട്ട് നീ ഇങ്ങനെ ഇരുട്ടത്ത് പോലെ ഇരുന്നാലൊന്നും ശരിയാവില്ല. നിന്റെ ജീവിതമാ തകർന്നു പോകുന്നത്. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ നീ തന്നെ വേണം ഒരു തീരുമാനമെടുക്കാൻ. രവീന്ദ്രൻ അറിയില്ലായിരുന്നു ശ്രുതിയുടെ കള്ളത്തരമാണിത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാനുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൻ ആകെപ്പാടെ ഒരു വലിയ ഇങ്ങനെ ചുഴിയിൽപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവനിങ്ങനെ ആകെ വല്ലാത്തൊരു ശൂന്യത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ബാമാൻഡി തൻ്റെ വീട്ടിലേക്കെത്തി ശ്രുതിയെ ഫോണിൽ വിളിച്ചു. ഹലോ ശ്രുതി, ബാമാൻഡിയുടെ സ്വരത്തിൽ ഒരു വിജയമുണ്ടായിരുന്നു. ഞാൻ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രുതിക്ക് ആകെപ്പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയാ. എന്നിട്ട് ചന്ദ്രമതി എന്ത് പറഞ്ഞു ആൻറ്റി? മറുതലത്തിൽ നിന്ന് ശ്രുതി ആകാംക്ഷയോട് ചോദിച്ചു. ചന്ദ്രമതി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. ആൻറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞോ? ശ്രുതി ചോദിച്ചു. പറഞ്ഞു മോളെ, എല്ലാം പറഞ്ഞു. പക്ഷേ ചന്ദ്രമതിക്ക് ഒട്ടുമങ്ങ് അടുക്കുന്നില്ല. ബാമാൻഡി പറയുന്നുണ്ട്. ചന്ദ്രമതി അവിടെ വരണ്ട എന്നാ പറയുന്നത്. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെയാ അവർ പറയുന്നത്. സുധീയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് കഷ്ടം തോന്നുന്നത്. പാവം, അവന് നല്ല വിഷമമുണ്ട്. അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മയെ ധിക്കരിക്കാൻ വയ്യാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുക അവന്. ശ്രുതിയുടെ കള്ളക്കണ്ണീരോടുകൂടെ അവൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൻറ്റി. എനിക്കാണെങ്കിൽ ശ്രുതിയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ശ്രുതി ഒന്ന് കാണണമെന്നുണ്ട്. എനിക്ക് വേറെ ആരുമില്ലല്ലോ ആൻറ്റി. ബാമാൻഡി പെട്ടെന്ന് തന്നെ ഒരു പോംവഴി കണ്ടെത്തി. നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. നീയും കൂടി ഇങ്ങോട്ടേക്ക് വായോ. നിങ്ങൾ തമ്മിൽ ഇവിടെ വെച്ച് സംസാരിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്തും. ദേ, അതിനു മുൻപ് നീ വേണ്ടാത്ത അവിവേകമൊന്നും കാണിക്കരുത് കേട്ടോ മോളെ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയൊന്നും നിന്റെ മനസ്സിൽ വേണ്ട. ശ്രുതി വളരെ വൈകാരികമായി തന്നെ സംസാരിച്ചു. ആൻറ്റി ശരിക്കും എനിക്കിപ്പോൾ സ്വന്തം അമ്മയെ പോലെ തന്നെയാ. എനിക്കെൻ്റെ അമ്മ ഇല്ലാതായി പോയി. ആ സ്ഥാനത്താ ഇപ്പോൾ ഞാൻ ആൻറ്റിയെ കാണുന്നത്. എനിക്ക് ആൻറ്റിയോട് നന്ദി പറയണമെന്ന് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. കുറേ സെൻറ്റിമെൻറ്റ് ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് തന്നെ അവൾ ബാമാൻഡി അങ്ങ് സോപ്പിട്ട് പതിപ്പിച്ചു. ബാമാൻഡി എന്താണെങ്കിലും ആ വലയിലങ്ങ് പൂർണ്ണമായിട്ടങ്ങ് വീണു പോവാണ്. രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനുള്ള വലിയ തത്രപ്പാടായിരുന്നു ബാമാൻഡി അപ്പോൾ.